ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം തളർന്നു പോകാതെ വളർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ശക്തിയോ ഉത്സാഹമോ പ്രവർത്തനശേഷിയോ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ശക്തിയോടെ നിന്ന പലരും ഇന്ന് തളർന്ന അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിൻ്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്ക് ഇത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന അനർത്ഥങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം ക്ഷയിച്ചു, ഭാര്യ തൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. അങ്ങനെ ഇയ്യോബ് വളരെ പ്രതികൂലത്തിലാണ്. ഇയ്യോബിനെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും വേണ്ടി വന്ന ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരിൽ ഒരാളായിരുന്ന തേമാന്യനായ എലീഫസ് ഇയ്യോബിനോട് പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. പലരെയും ഉപദേശിച്ച് ശക്തീകരിച്ച് താങ്ങിയ ഉറപ്പിച്ച ഇയ്യോബ് ഇപ്പോൾ തളർന്നു പോയിരിക്കുന്നു. ഇയ്യോബിൻ്റെ ഉത്സാഹവും പ്രവർത്തനശേഷിയും ശക്തിയും എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തളർച്ച ആർക്കും സംഭവിക്കാം. ഒരു കാലത്ത് പലരെയും ശക്തിപ്പെടുത്തിയിട്ടുള്ളവർ പോലും ചില പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോയിട്ടുണ്ട്. എന്നാൽ പ്രത്യാശയുടെ ഒരു വചനം നമുക്ക് കർത്താവ് ഇവിടെ നൽകുന്നു. യെശയ്യാ പുസ്തകം 50-ാം അധ്യായം 4-ാമത്തെ വാക്യം, തളർന്നിരിക്കുന്നവനോട് സമയോചിതമായ ഒരു വാക്ക് സംസാരിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് പരിശീലനം സിദ്ധിച്ചവരുടെ നാവ് തന്നിരിക്കുന്നു. അവിടുന്ന് എന്നെ പ്രഭാതം തോറും ഉണർത്തുന്നു. പരിശീലനം നേടുന്നവരെ പോലെ കേൾക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ചെവി ഉണർത്തുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നാം ഇന്ന് പകൽ ഇവിടെ വായിച്ചത്. തളർന്നിരിക്കുന്നവർക്ക് ആവശ്യം സമയോചിതമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. യേശു കർത്താവിൻ്റെ പ്രത്യേകത തളർന്നവരെ സമയോചിതമായ ഇടപെടലിലൂടെ ശക്തീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നല്ല വാക്ക് പ്രതിസന്ധിയുടെ സമയത്ത് നമ്മോട് ആരെങ്കിലും പറയുന്നുവെങ്കിൽ നാം എല്ലാ ക്ഷീണവും മറികടക്കുവാൻ അത് മതിയാകും എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവമാണ്. ഏലിയാവ് ക്ഷീണിച്ച് തളർന്ന് ചൂരച്ചെടിയുടെ ചുവട്ടിൽ മരിക്കുവാൻ ആഗ്രഹിച്ച് കിടക്കുമ്പോൾ, ഏറെ ദൂരം നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്, നീ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളവും ഇനിയും പോകേണ്ടവനാണ് എന്ന ദൈവത്തിൻ്റെ വാക്കാണ് ഏലിയാവിൻ്റെ തളർച്ചയിൽ നിന്ന് ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നത്. സമയോചിതമായി തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ തളർന്നിരിക്കുന്നവരെ തീർച്ചയായും ശക്തിപ്പെടുത്തുന്നതാണ്. നമ്മുടെ കർത്താവ് തളർന്നവരെ ശക്തീകരിക്കുന്നവനാണ്. അപ്പോൾ തന്നെ കർത്താവിനെ അനുഗമിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ആളുകളെ നമ്മുടെ വാക്കുകൊണ്ട് താങ്ങണം എന്നാണ് വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്നതാകട്ടെ, പ്രോത്സാഹിപ്പിക്കുന്നതാകട്ടെ, അവരെ ജീവിപ്പിക്കുന്നതാകട്ടെ, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ലോകം കരയിപ്പിക്കുകയും
ബലഹീനപ്പെടുത്തുകയും മടുപ്പിക്കുകയും ചെയ്യുന്ന ലോകമാണ്. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരാകുന്ന നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വാക്കുകൊണ്ട് തളർന്നവരെ ശക്തീകരിക്കുക എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും ആയിരിക്കട്ടെ. അനേകരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ കരുത്തുള്ള വാക്കുകൾ ദൈവം നമ്മുടെ അധരങ്ങളിൽ നൽകട്ടെ. നാം ആരെയും നശിപ്പിക്കുന്നവരായിട്ടല്ല, പണിയുന്നവരായിട്ട് മാറുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അനേകർ തളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ഞങ്ങളുടെ നാവിനെ നല്ല വാക്കുകൾ തന്ന് സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.